നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ലോസ് വരുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്യും, പ്രോഫിറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ടാർഗറ്റിന് മുൻപേ ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻസ്റ്റൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജികൾ ഓട്ടോമേറ്റ് ചെയ്യാം, നമുക്കതിന് കോഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഒന്നും നോളജിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ തന്നെ ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കുറച്ച് നാൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് വളരെ ബെറ്റർ ആയിട്ട് തോന്നി. കാരണം ഞാൻ മുൻപും ആൽഗോ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളായിരുന്നു. ആൻഡ് ഈ ഒരു ഫീച്ചർ നോക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി സിമ്പിളാണ്, നമുക്ക് വളരെ വലിയ കോംപ്ലക്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഓട്ടോമേറ്റിൽ ക്ലിക്ക് ചെയ്തു. ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലോറിലോട്ട് പോയി. എക്സ്പ്ലോറിൽ പോകുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജികൾ ഇവിടെയുണ്ട്. ഫോർ എക്സാമ്പിൾ തീറ്റ ഡേക്ക് യൂസ് ചെയ്യുന്ന, അതായത് ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുന്ന ഒരുപാട് സെറ്റപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് ഓട്ടോമേഷൻ ചെയ്യുക. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് 1 lakh ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട്, ഇതിനകത്ത് ബാക്ക് ടെസ്റ്റിൻ്റെ ഓപ്ഷൻ കൂടി ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് തരുന്ന ഒരു സെറ്റപ്പ് ചൂസ് ചെയ്യാം, അക്കൗണ്ടിലോട്ട് ക്യാപിറ്റൽ ആഡ് ചെയ്യുക. പിന്നെ ഇത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് ട്രേഡ് ചെയ്ത് വെക്കോളും. ഓക്കെ, ഇപ്പം ഞാനിവിടെ ജസ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു സെറ്റപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡെയിലി 11 AM RSI എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഇത് ഒരു ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഇതിന് മിനിമം നമുക്കൊരു 1 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കൊരു പ്രോഫിറ്റ് ഒരു ഇയറിലേക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഞാനിതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കൂടി കാണിക്കാം. ഞാൻ ബാക്ക് ടെസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 1 ഇയറിൽ എത്ര റിസൾട്ട്, എത്ര റിട്ടേൺ കിട്ടിയിട്ട് നോക്കാം. അപ്പോൾ 1 lakh ഇനീഷ്യൽ ക്യാപിറ്റൽ 1 lakh ആണ് ഞാൻ ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മിനിമം ക്യാപിറ്റൽ എനിക്ക് തോന്നുന്നത് 1 lakhന്റെ ആവശ്യമാണ്. ഞാനിവിടെ സ്റ്റാർട്ട് ബാക്ക് ടെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇപ്പം റണ്ണിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ഒരുപാട് സെറ്റപ്പുകളുണ്ട്. അപ്പോൾ എല്ലാ സെറ്റപ്പുകളും നമുക്ക് ബാക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ആൽഗോ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അല്ലേ, പല വെബ്സൈറ്റുകളും പല ഫേംസുകളൊക്കെ ഫ്രീ ആയിട്ട് ഒരിക്കലും ബാക്ക് ടെസ്റ്റ് ചെയ്യില്ല, അതിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഈ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ റിയൽ ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം, 62% കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ എത്രയാണ് ഈ ഒരു സെറ്റപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം 1 lakh ആണ് ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1.12 lakh ആനുവൽ റിട്ടേൺ നോക്കുവാണെങ്കിൽ 112% റിട്ടേൺ നമുക്ക് ഒരു വർഷം കൊണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ എടുത്ത ട്രേഡുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരു ദിവസം എത്ര ട്രേഡുകൾ എടുത്തു, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു സെറ്റപ്പ് ജസ്റ്റ് ഡിപ്ലോയ് ചെയ്യുക. അത് എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യേണ്ടത് കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പേജിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓക്കെ, ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്യാപിറ്റൽ ആഡ് ചെയ്യുക, ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റപ്പ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താണ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാപിറ്റൽ ആഡ് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ ആ ഒരു കണ്ടീഷൻസ് വരുന്നുണ്ടോ അപ്പോഴൊക്കെ ട്രേഡ് ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആണ്, ഇത്രയും ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ജസ്റ്റ് എക്സ്പേർട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെയും ക്ലിക്ക് ചെയ്യാം. നമുക്കിനി 1-2 സെറ്റപ്പുകളോട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഒരുപാട് സെറ്റപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ സെറ്റപ്പുകളും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ഇക്വിറ്റിയിൽ ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ട്, ഓപ്ഷൻ സെല്ലിംഗ് ഉണ്ട്, ഈവൻ ഓപ്ഷൻ ബൈയിങ് ഉണ്ട്. അത്യാവശ്യം ഹൈ വോളാറ്റിലിറ്റി വരുന്ന ദിവസങ്ങളിൽ ഓപ്ഷൻ ബൈയിങ് ഉണ്ട്. അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബൈയിങ്ങിന് പറ്റിയ മാർക്കറ്റ് അല്ല, അങ്ങനെ വലിയ മൊമെന്റോ ഒന്നുമില്ല. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ ബ്രേക്ക് ഔട്ടുകളോ അല്ലെങ്കിൽ മാർക്കറ്റ് വലിയ സ്വിംഗ് മൂവ്മെന്റുകളൊക്കെ തരുന്ന സമയത്ത് ഈ പറയുന്ന ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്, അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത്, അങ്ങനെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ORV ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി ജസ്റ്റ് ഡിപ്ലോയ് ചെയ്താൽ മതി. ക്യാപിറ്റൽ ആഡ് ചെയ്യുക, റിസ്ക് സെറ്റ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ട്രേഡ് എടുത്തോളും, നമ്മളത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് 1-2 കൂടി ഒരു സെറ്റപ്പ് കൂടി ജസ്റ്റ് ഞാനൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇൻട്രാഡേ സ്ട്രാങ്കിൾ ടു സ്റ്റാഡിൽ ആണ്. അപ്പോൾ എന്താണ് ആ ഒരു സെറ്റപ്പ് എന്നുള്ളത് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം.
പ്രീവിയസ് 1 ഇയർ, ലാസ്റ്റ് 1 ഇയറിലുണ്ട്. ആൻഡ് അതിൽ കൂടുതൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ് ടു 7 years ഓഫ് ഡാറ്റ കമ്മിങ് സൂൺ. ഇത് വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഡിപ്ലോയ്ഡ് ക്യാപിറ്റൽ കൊടുത്തു, സ്റ്റാർട്ട് ബാക്ക് ടെസ്റ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സെറ്റപ്പിൽ ഒരു വർഷം കൊണ്ട് എത്ര റിട്ടേൺ വന്നിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങളിപ്പം ചെയ്യുവാണെങ്കിൽ എല്ലാ സെറ്റപ്പുകളും ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്താണ് ആക്ച്വലി ആ ഒരു സെറ്റപ്പ് എന്ന് മനസ്സിലാക്കുക ഫസ്റ്റ്. അത് മനസ്സിലാക്കിയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് റൺ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഏകദേശം 42% കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 1-2 സെറ്റപ്പുകൾ ജസ്റ്റ് ഓട്ടോമേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി എൻ്റെ വേറൊരു അക്കൗണ്ടിൽ. കാരണം നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, വലിയ റിസ്ക് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. സ്റ്റിൽ എല്ലാം കറക്റ്റായിട്ട് പക്കായിട്ട് നമ്മൾ എക്സിക്യൂഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ഏകദേശം 29,000 റുപ്പീസിൻ്റെ നഷ്ടമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ നോക്കുവാണെങ്കിൽ. ഓഗസ്റ്റ് 23 മുതൽ 25 മുതൽ ഈ വർഷം ഓഗസ്റ്റ് 23 വരെയുള്ളത്. അപ്പം ഏകദേശം 29,000 റുപ്പീസ് നഷ്ടമാണ് ആ ഒരു വർഷം വന്നിരിക്കുന്നത്. ഓക്കെ, ബട്ട് സ്റ്റിൽ എന്താണ് പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നല്ല സെറ്റപ്പുകൾ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ ഏത് സെറ്റപ്പാണ് യൂസ് ചെയ്യുന്നത്, റൈറ്റ്? ഇവിടെ നമുക്ക് എക്സ്പ്ലോറിൽ ഒരുപാട് സെറ്റപ്പുകൾ ഉണ്ട്. അപ്പോൾ ഏത് സെറ്റപ്പാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ നമുക്കറിയാം ചില സെറ്റപ്പുകൾ ചില മാർക്കറ്റ് കണ്ടീഷനിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അല്ലെ? അപ്പം നമ്മളത് മനസ്സിലാക്കുക, ഏത് സെറ്റപ്പാണ് ഏത് കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഡിപ്ലോയ് ചെയ്താൽ മാത്രം മതി. അതുകൂടാതെ നമുക്ക് ഒരു ദിവസം മുൻപേ ഇപ്പം നാളത്തെ മാർക്കറ്റിൽ നമ്മൾ വലിയ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സെറ്റപ്പുകൾ നമുക്ക് നോക്കാം. ഇനി ഒരു കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് റേഞ്ച് മാർക്കറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സെറ്റപ്പുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, റൈറ്റ്? ഈ രീതിയിൽ നമുക്ക് എന്താണ് നമ്മുടെ ട്രേഡിംഗ് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെറ്റപ്പുകൾ ചെയ്യാനുള്ള, അതായത് സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അത് കുറച്ച് അഡ്വാൻസ് ലെവലാണ്, അത് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിലുള്ള ഏത് സെറ്റപ്പുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.